വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. കൊപ്പം പഞ്ചായത്തിലെ 11-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഒച്ചിന്റെ നിർമ്മാർജ്ജനത്തിനാവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ആഫ്രിക്കൻ ഒച്ചിന്റെ നിർമ്മാർജ്ജന പ്രവൃത്തികൾക്കായാണ് പ്രദേശവാസികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചുനങ്ങോട്ട് പാടത്തെ ഒച്ചിന്റെ നിർമ്മാർജ്ജനത്തിനാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നിർമ്മാർജ്ജനത്തിനാവശ്യമായ സുരക്ഷാ ബൂട്ട്, ഗ്ലൗസ്, ബക്കറ്റ്, കോരി, ഉപ്പ്, തുരിശ്, സ്പ്രേയർ ഉൾപ്പെടെയാണ് വിതരണം ചെയ്തത്. വർഷങ്ങളായി കൃഷി ചെയ്യാതെ കാടുപിടിച്ചു കിടക്കുന്ന ചുനങ്ങാട് പാടത്ത് ഒച്ചിന്റെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പ്രദേശം ഉഴുതുമറിക്കാൻ തീരുമാനമെടുത്തിരുന്നു. കാലവർഷം അനുകൂലമാകുന്ന സാഹചര്യത്തിൽ നിലം പൂട്ടാനും പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാനുമുള്ള നടപടികളെടുക്കാൻ ധാരണയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വീടുകളിലും പരിസരങ്ങളിലും ഒച്ചുകളെ നീക്കം ചെയ്യാനും ഇതോടൊപ്പം തീരുമാനമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മൾ തീരുമാനിച്ചിരുന്നു, ഈ ചെനങ്ങോട് പാടമാണ് ഒഴിഞ്ഞു കിടക്കുന്ന, വർഷങ്ങളായി കൃഷി നടത്താതെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഈ പ്രദേശമാണ് ഒച്ചിൻ്റെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതെല്ലാം പൊന്ത വെട്ടി ഇവിടെ പൂട്ടാൻ ആവശ്യമായൊരു തീരുമാനം എടുത്തിരുന്നു. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അതാത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്മാർ അവരുടെ സ്ഥലം രേഖപ്പെടുത്തി അവരുടെ സ്ഥലം ഒരുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കനത്ത മഴ കാരണം നമ്മൾ ഈ വെള്ളം വലിയുന്നതോടുകൂടി ഈ പാടം പൂട്ടി ഒച്ചിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം പോയിരുന്ന വഴികളൊക്കെ തന്നെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ അടഞ്ഞ സ്ഥലം, ആ ഭാഗം JCB കൊണ്ടുവന്ന് തുറന്ന് അതിന് വെള്ളം പോകാൻ ആവശ്യമായ 2 അടി വീതിയിലുള്ളൊരു ചാല് നിർമ്മിക്കാൻ ഇന്ന് ഇവിടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പറുടെയും അതുപോലെ 2-3 പൊതുപ്രവർത്തകരുടെയും സംയുക്തയിൽ ചുമതല നൽകി വരും ദിവസങ്ങളിൽ ഈ തോട് നിർമ്മിക്കുന്ന, ഡ്രെയിനേജ് ഉണ്ടാക്കുന്ന പ്രവർത്തനം നടക്കും. അടുത്ത ദിവസങ്ങളിലായിട്ട് ഞങ്ങളൊരു 10-30 വളണ്ടിയർമാരെ ഇതിന് തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ ഒക്കെ ചേർത്തുകൊണ്ട് വരുന്ന ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ നിരന്തരമായി വൈകുന്നേരങ്ങളിൽ എല്ലാ വീടും പരിസരവും കയറി ഒച്ചുകളെ പെറുക്കി നശിപ്പിക്കുന്ന പ്രവർത്തനം നടക്കും. രാത്രി സമയങ്ങളിലാണ് ഒച്ച് വല്ലാതെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ രാത്രി അതിൽ സ്ക്വാഡ് ഇറങ്ങി നശിപ്പിക്കും. വൈസ് പ്രസിഡന്റ് കെ ബീന, ചെയർപേഴ്സൺമാരായ സുലേഖ, വത്സല എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു.